അവരെ ചേർത്ത് നിർത്തുക, ഒരു പൊതുവായിട്ടൊരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി. ഇതിനൊക്കെ ഉപോത്ബലമായിട്ടുള്ള ചർച്ചകളും ചിന്തകളുമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. സഭയുടെ ഒരു പ്രധാനപ്പെട്ട മിഷനാണ്. സഭാ സിനഡാണ് ഈ ഒരു പ്രോഗ്രാമിനെ നടത്താനുള്ള ഒരു വലിയ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നമ്മളുടെ ഒരു ചർച്ചിൻ്റെ ലീഡർഷിപ്പ് കുറേ കൂടി ലേറ്റ് ഫോക്കസ്ഡ് ആയിട്ട് വരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു കളക്റ്റീവ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം നാഷണൽ കോൺഫറൻസുകൾ നടത്താൻ ഒരു പോളിസി മേക്കിംഗ് ആയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ കാണുന്നത്. അതിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ നാഷണൽ ലെവലിലുള്ള കോൺഫറൻസ് സാധ്യമാണെങ്കിലും ഞങ്ങൾ ഗ്ലോബൽ തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെല്ലാവരും ഇന്ന് വേൾഡിലുള്ള എല്ലാ സ്ഥലങ്ങളും തന്നെയുണ്ട്. ഈ കാത്തലിക് കോൺഗ്രസിന് തന്നെ 44 രാജ്യങ്ങളിൽ ഭാരവാഹികളും കമ്മിറ്റികളും ഉണ്ട്. 44 രാജ്യങ്ങൾ നമ്മുടെ പ്രതിനിധിയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ ചേർന്ന് ഞങ്ങൾ ഗ്ലോബൽ മീറ്റ് ഇപ്പോൾ 2 ഗ്ലോബൽ മീറ്റുകൾ നടന്നു കഴിഞ്ഞു. 2019 ദുബൈയിൽ വെച്ചും 2022 ബാങ്കോക്കിൽ വെച്ചു. ഈ വർഷവും നമ്മുടെ 3ാമത്തെ ഗ്ലോബൽ മീറ്റ് നടക്കുന്ന റോമിൽ വെച്ചാണ്. മാർപ്പാപ്പ ആണ് ആ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട നമ്മളുടെ പ്രോഗ്രാം അഡ്രസ്സ് ചെയ്യുന്നത്. മാർപ്പാപ്പ പ്രൈവറ്റായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ വരികയും അഡ്രസ്സ് ചെയ്തു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഒരു ഗ്ലോബൽ തലത്തിലുള്ള നമ്മളുടെ ഒരു കോർഡിനേഷൻ നെറ്റ്വർക്കിംഗ് ഫോം ചെയ്തത്. അതിൻ്റെ ഒരു പ്രാരംഭ സ്റ്റെപ്പാണ് നമ്മൾ ഈ നാഷണൽ ലെവലിലുള്ള നമ്മുടെ നെറ്റ്വർക്ക് ഫോർമേഷൻ. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതെല്ലാം ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വരേണ്ടതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളുള്ള ആളുകളാണ്, വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകളാണ് ഇതിലുള്ളത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ട്. കോൺഗ്രസ്സുകാരാണ് ഒരു കാലത്ത് കൂടുതൽ